ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതിയ കത്തിൻ്റെ അവസാന ഭാഗമാണിത്. ഒടുവിൽ എന്ന പ്രയോഗം നാം മനസ്സിലാക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ദൈവമക്കളെന്ന നിലയിൽ നമുക്കുള്ള മഹത്വകരമായ നിലയുടെ വെളിച്ചത്തിൽ ആത്മാവിൻ്റെ നിറവിൻ്റെയും ആത്മാവിലുള്ള നമ്മുടെ നടപ്പിൻ്റെയും വെളിച്ചത്തിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവനെന്നാണ് അർത്ഥമാക്കുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ശക്തി ആവശ്യമാണ്. വിശ്വാസി സ്വയശക്തിയിൽ ആശ്രയിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. കർത്താവിലും അവൻ്റെ അമിതബലത്തിലുമാണ് ശക്തിപ്പെടേണ്ടത്. എങ്ങനെയാണ് കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടേണ്ടത്? നമ്മുടെ ഇഷ്ടം ദൈവഹിതത്തിന് കീഴ്പ്പെടുത്താനും ശക്തിപ്പെടുത്താൻ അവനെ നാം അനുവദിക്കുവാനും പഠിക്കുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിന് കീഴടങ്ങുവാനും നമ്മെ തന്നെ ശക്തിപ്പെടുത്തുവാൻ അനുവദിക്കുവാനും നാം തയ്യാറാകേണ്ടതാകുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ശത്രുവിനും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ജ്ഞാനത്തിനും പരിജ്ഞാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നാം അറിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഓരോ വിശ്വാസിയിലും പ്രവർത്തിക്കുന്നു. അത് നാം വിശ്വസിക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, ഈ ശക്തി എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിന് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ എനിക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു വ്യക്തി യുദ്ധക്കളത്തിലാണ്. ആ വ്യക്തി കർത്താവിലും അവൻ്റെ അമിതബലത്തെക്കുറിച്ചും ബോധ്യമുള്ളവനും അതിൽ ബലപ്പെടുന്നവനും പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുന്നവനും ആയിരിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് അസ്.